മാഡം എന്നതായി പറയുന്നേ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മരിച്ചതും അടക്കപ്പെട്ടതും രാജംപുത്തൂരനല്ലെന്നോ? അതെ ഫാദർ, ഇത് വേറൊരു ഊഹമില്ല. ഫോറൻസിക് ടെസ്റ്റിൽ കണ്ടെത്തിയാൽ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. മുഖമോർത്ത് വയ്ക്കാനുള്ള പരിചയം ഞാനും അയാളും തമ്മിലില്ല. പക്ഷേ ഡെഡ് ബോഡി ഏറ്റുവാങ്ങി അടക്കിയത് അയാളുടെ വീട്ടുകാർ തന്നെയല്ലേ? അവർക്ക് അയാളെ തിരിച്ചറിയാൻ കഴിയില്ലേ? അവർക്കൊന്നില്ല. ആർക്കും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത സിമിലാരിറ്റികൾ പുത്തൂരാനും മരണപ്പെട്ട ആളും തമ്മിലുണ്ട്. ഞാൻ ഈ പുത്തൂരാനെ നേരിൽ കാണുകയും മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്. അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ബോഡി ആരുടേതാ മാഡം? അത് കണ്ടെത്തണമെങ്കിൽ ആദ്യം പുത്തൂരാൻ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. പുത്തൂരാനോ? അതെ ഫാദർ, ഇന്നും ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ പുത്തൂരാൻ. പുത്തൂരിന്റെ കാറിന്റെ സമീപം അയാളുടെ മുഖസാദൃശ്യമുള്ള ഒരു ഡെഡ് ബോഡി. ഏതായാലും അയാളറിയാതെ വരില്ലല്ലോ. അയാൾ അറിയാതെയാണ് ഇങ്ങനൊരു സംഭവം നടന്നതെങ്കിൽ ഇതിനകം അയാൾ വെളിച്ചത്തേക്ക് വരേണ്ടതല്ലോ. അയാൾ എവിടെ? പഴയ സുകുമാരക്കുറുപ്പ് കേസ് ഫാദറിന് ഓർമ്മയില്ല. ഭീമമായ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ താൻ മരിച്ചു എന്ന് വരുത്തിപ്പെട്ട് തന്റെ സാദൃശ്യമുള്ള ചാർത്ത എന്നൊരാളെ കാറിലിട്ട് ചുട്ട് കരിച്ചുകൊന്ന് പിടികിട്ടാപ്പുള്ള സുകുമാരക്കുറുപ്പ്. അല്ല, അങ്ങനെയും ഈ കേസിനെ വ്യാഖ്യാനിച്ചൂടെ? താൻ മരിച്ചു എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ രാജ്യം പുത്തൂരാൻ ആഗ്രഹിച്ചതിന് പിന്നിലുള്ള ഇന്റൻഷനും മോട്ടീവുമാണ് ഫാദറിനെ അറിയേണ്ടത്. അതിന് ഫാദറിന് സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പറഞ്ഞാൽ മതി, എന്താ വേണ്ടതെന്ന്. തൽക്കാലം ഈ അറിവ് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. ഒരു പുരോഹിതൻ എന്ന നിലയിൽ അതിന് എനിക്ക് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് മാഡം. എന്താ? മാഡം പറയുന്നത് കേസ് നടത്തിപ്പിന്റെ സ്വകാര്യത കൈവിട്ടു പോകാതിരിക്കാനാണെന്ന് എനിക്കറിയാം. സെമിത്തേരിയിൽ നിന്ന് കൊണ്ടുപോയ ബോഡിയെക്കുറിച്ച് നാളെ ഒരു വിവാദമുണ്ടായാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. മാത്രമല്ല, മാഡം ഉദ്ദേശിക്കുന്ന രഹസ്യ സ്വഭാവം അതിന് നഷ്ടപ്പെടുകയും കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാവുകയും ചെയ്യും. ആ
ആശയക്കുഴപ്പങ്ങൾ ആകാശഭാവത്തിൽ കൺമുന്നിൽ വന്നു നിൽക്കുമ്പോൾ കഥ പിന്നെയും സങ്കീർണതകളിലേക്ക്